രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയായിരുന്ന ബിജു രാധാകൃഷ്ണന്റെ പുതിയ തട്ടിപ്പിന്റെ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. കോടിക്കണക്കിന് രൂപയാണ് പലരിൽ നിന്നായി ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് സംഘം ഇതിനോടകം തന്നെ കൊള്ളയടിച്ചത്. ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ആ വാർത്ത സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പരാതികളുമായി ഇപ്പോൾ നിരവധി ആളുകൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ബിജു രാധാകൃഷ്ണൻ എവിടെ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ബിജു രാധാകൃഷ്ണന് വേണ്ടി വലവിരിച്ചിരിക്കുകയാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ. മുഖ്യമന്ത്രിക്ക് അടക്കം ന്യൂസ് 18 റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതിന്റെ അടിസ്ഥാനത്തിൽ DGPക്ക് ഈ പരാതികളിന്മേൽ അന്വേഷണം നടത്തുവാനുള്ള നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ന് ഞങ്ങൾ ഈ വാർത്തയുടെ തുടർച്ച എന്ന നിലയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ സംഘത്തിന് പിന്നിൽ ബിജു രാധാകൃഷ്ണൻ ഒറ്റയ്ക്കല്ല എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അതിന് ചില ഉന്നത ഉദ്യോഗസ്ഥ പദവികളിൽ ഇരുന്നവർ പോലും കൂട്ടുനിൽക്കുന്നു എന്ന സൂചന ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവിട്ടിരുന്നു. സൈബർ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സംഘത്തിന്റെ ഭാഗമാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ബിജു രാധാകൃഷ്ണന് വേണ്ടി സംസാരിക്കുന്ന വനിത അഭിഭാഷക ആര് എന്ന ചോദ്യം ആണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാതിക്കാർ ആ തട്ടിപ്പ് മനസ്സിലാക്കി രംഗത്തെത്തുമ്പോൾ പണം തിരിച്ചു ചോദിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നതടക്കം ഈ അഭിഭാഷക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ അഭിഭാഷക ആര് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അതിൻ്റെ ഉത്തരം അന്വേഷണ സംഘം ആണ് കണ്ടെത്തേണ്ടത്. ഈ അഭിഭാഷകയ്ക്ക് തട്ടിപ്പുമായി എന്താണ് ബന്ധം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവിടെ ഈ CSR ഫണ്ട് തട്ടിപ്പ് ആണ് ബിജു രാധാകൃഷ്ണൻ പ്രധാനമായും നടത്തുന്നത്. ആ ബിജു രാധാകൃഷ്ണന് വേണ്ടി പോലീസ് വലവിരിക്കുമ്പോൾ നമ്മൾ അടുത്ത ഡേറ്റയിലേക്കാണ് പോകുന്നത്. അതായത് ബിജു രാധാകൃഷ്ണന് കൂട്ടുനിൽക്കുന്ന അഭിഭാഷക ആര് എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണന് ഒപ്പം നിൽക്കുന്ന അഭിഭാഷക ആര് എന്ന അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ ബിജു രാധാകൃഷ്ണന്റെ സ്ഥാപനങ്ങൾ നടത്തുന്നത് അടക്കം, അതായത് ബിജു രാധാകൃഷ്ണന്റെ പേരിലുള്ള വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്നത് അടക്കം ഈ അഭിഭാഷകയായ വനിത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തട്ടിപ്പ് ഈ അഭിഭാഷകയുടെ കൂടെ സഹായത്തോടെയാണോ നടക്കുന്നത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അക്കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും സ്ഥാപന ഉടമ, അതായത് ബിജു രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പിന്റെ സ്ഥാപന ഉടമ എന്നത് അഭിഭാഷകയായിട്ടുള്ള നിഷ പീറ്റർ എന്നാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഏതെങ്കിലും അഭ്യൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, മറിച്ച് വളരെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ഈ ഞെട്ടിക്കുന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ ലൈസൻസ് ഈ അഭിഭാഷകയുടെ പേരിൽ ആണ് എന്നതിൻ്റെ രേഖകൾ ആണ് ഇന്ന് ഞങ്ങൾ ന്യൂസ് 18മായി പങ്കുവെക്കുന്നത്. NGO ഹെൽത്ത് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഫൗണ്ടേഷന്റെ ലൈസൻസ് നിലവിൽ നിഷയുടെ പേരിൽ ആണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ ബിജു രാധാകൃഷ്ണന് കൃത്യമായ സംരക്ഷണം കൂടി ഒരുക്കുകയാണ് അഭിഭാഷകയായ നിഷ. ബിജു രാധാകൃഷ്ണൻ തൻ്റെ ജീവനക്കാരൻ ആണ് എന്ന് കൃത്യമായി തന്നെ നിഷ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബിജുവിനെ സംരക്ഷിക്കുന്നത് നിഷ എന്ന കണ്ടെത്തലിലേക്ക് എത്തുമ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയും ആഴവും വർദ്ധിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറാണ് കേരളത്തെ ഞെട്ടിക്കുന്ന ഈ വാർത്ത പുറത്തുവിട്ടത്. സോളാർ കേസിൽ തട്ടിപ്പുകാരനെന്ന് കണ്ടെത്തുകയും കുറ്റം സമ്മതിക്കുകയും അങ്ങനെ 6 വർഷത്തെ തടവിന് ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്ത ബിജു രാധാകൃഷ്ണൻ പേര് മാറ്റി ബിജു ജോസഫ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നിങ്ങനെ പലരുമായി ബന്ധപ്പെടുകയും കോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞു. എങ്ങനെയാണ് ബിജു രാധാകൃഷ്ണനെ പോലെ ഒരു തട്ടിപ്പുകാരന് ഇത്ര വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഈ തട്ടിപ്പുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ബിജു രാധാകൃഷ്ണൻ ഈ തട്ടിപ്പുകാരോട്, തട്ടിപ്പിന്റെ ഭാഗമായി ഇരകളാക്കപ്പെട്ടവരോട് സൂചിപ്പിക്കുന്നത് താൻ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്ന ആളാണ്, തനിക്ക് നിയമരംഗത്ത് അടക്കം വലിയ പരിജ്ഞാനമുണ്ട്, തൻ്റെ ഭാര്യയും നിയമജ്ഞയാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണമാണ്. ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം നിഷയുമായി ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ ബന്ധപ്പെടുകയുണ്ടായി. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു നിഷയെ ബന്ധപ്പെട്ടത്. അപ്പോഴും നിഷയുടെ ഭാഗത്ത് നിന്ന് നിയമപരമായി ഈ വിഷയത്തെ നോക്കിക്കണ്ടുകൊള്ളാം, നിയമപരമായി ഇതിനെ നേരിട്ട് കൊള്ളാം എന്ന പ്രതികരണം ആയിരുന്നു ഉണ്ടായത്. നമുക്ക് ആദ്യം നിഷയുമായി അനീഷ് കുമാർ നടത്തിയ ആ ഫോൺ സംഭാഷണത്തിലേക്ക് പോകാം. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും
അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBIയിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBIയിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. യെസ്, ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത് താൻ തന്നെയാണ് എന്നാണ് നിഷ പറയുന്നത്. നിഷയ്ക്ക് അവിടെ സ്ഥാപനമുണ്ട് എന്ന് നിഷ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത MS അനീഷ് കുമാറിലേക്ക് തന്നെയാണ് ആദ്യം പോകേണ്ടതായി വരുന്നത്. അതായത് കേരളം ഞെട്ടുന്ന തരത്തിലുള്ള തട്ടിപ്പിന്റെ പുതിയ രൂപവും ഭാവവുമാണ് നമുക്ക് ബിജു രാധാകൃഷ്ണനിലൂടെ കാണാൻ സാധിച്ചത് എങ്കിൽ അനീഷ്, ബിജു രാധാകൃഷ്ണന് പിന്നിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. അവരിലേക്ക് നമ്മൾ എത്തുന്നതേയുള്ളൂ. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നത് ഈ അഭിഭാഷകയായ നിഷയാണല്ലോ. നമുക്ക് നിഷയുടെ ആ സംഭാഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിഷയുടെ ഒരു പശ്ചാത്തലം എന്ത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ് നിഷ കെ പീറ്റർ. നിരവധി കേസുകളിൽ അവർ ഹാജരായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, പ്രമാദമായ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി മാർട്ടിനായി കോടതിയിൽ ഹാജരായ അഭിഭാഷകയാണ് അവർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാർട്ടിന് വേണ്ടിയുള്ള അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ആ അപ്പീൽ ഫെബ്രുവരി മാസം പരിഗണിക്കാനായൊക്കെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ കാര്യമായി തന്നെ നിയമരംഗത്ത് നിൽക്കുന്ന ഒരു അഭിഭാഷകയാണ്. ഒപ്പം അവർക്കെതിരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും കൊട്ടാരക്കര ഭാഗത്ത് കൊല്ലത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതേ തുടർന്ന് ബാർ കൗൺസിൽ അവരുടെ അംഗത്വം റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ അംഗത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്ത ഒരു സംഭവം കൂടി അടുത്ത കാലത്തായി ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇത്തരം കളങ്കിതരായ ആളുകളോടൊപ്പം ചേർന്ന് സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന ഒരു ചരിത്രം അവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബിജു രാധാകൃഷ്ണനൊപ്പം ചേർന്നാണ് ഈ ഒരു സാമ്രാജ്യം നടത്തിക്കൊണ്ടിരുന്നത്. ഞാനൊരു ഇടപാടുകാരനായി ഈ ട്രസ്റ്റ് ഭാരവാഹികളുമായി ഈ ബിജുവിൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞിരുന്നത് ഈ CEO ബിജു രാധാകൃഷ്ണനാണ്, അല്ലെങ്കിൽ ബിജു സാറിൻ്റേതാണ് ഈ സ്ഥാപനങ്ങൾ, ബിജു ജോർജിൻ്റേതാണ് ഈ സ്ഥാപനം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത്. ഒപ്പം ഒരു പങ്കാളിയായി ഈ ബിസിനസ്സിൽ പങ്കാളിയായി ഒരു അഭിഭാഷകയുണ്ട് എന്നും ആ സ്ഥാപനത്തിലുള്ള ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. ബിജു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.